നമസ്കാരം. ഇന്നത്തെ കോക്ടെയിൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ കലോത്സവം പൊടി പൊടിക്കുമ്പോഴും സംഘർഷങ്ങൾ കൊണ്ട് അവിടം ചെറിയ ഒരു സുഖമില്ലായ്മ ഉണ്ട്. അതുകൊണ്ട് കോക്ടെയിൽ ആദ്യം കേരളത്തിന് പുറത്തേക്ക് പോവുകയാണ്. ഇന്ന് ആദ്യം തമിഴ്നാട്ടുകാരെ പറ്റിയാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ കോടതി നിരോധിച്ച ജല്ലിക്കെട്ട് പുനഃസ്ഥാപിക്കാനായി പ്രക്ഷോഭത്തിലാണ് തമിഴർ. കുടിവെള്ളം കിട്ടിയില്ലെങ്കിലും വേണ്ട, ജല്ലിക്കെട്ട് നടത്തിയാൽ മതി എന്നാണ് തമിഴ്നാട്ടുകാരുടെ നിലപാട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തമിഴ്നാട് മുഖ്യമന്ത്രി പനീർസെൽവം ഇന്ന് പ്രധാനമന്ത്രിയെ കണ്ടു. ഫോട്ടെടുപ്പല്ലാതെ വേറെ കാര്യമായൊന്നും നടന്നില്ല. തമിഴ്നാട് കനത്ത വരൾച്ചയിൽ ബുദ്ധിമുട്ടുമ്പോഴും ജല്ലിക്കെട്ട് വിട്ട് അവർക്കൊരു കളിയില്ല. ദില്ലിയിൽ വരെ ജല്ലിക്കെട്ട് സമരവുമായി കുത്തിയിരിക്കുകയാണ് തമിഴൻ. പ്രധാനമന്ത്രിയെ കണ്ടിട്ട് കാര്യമൊന്നുമില്ലെങ്കിലും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായാണ് സെൽവം അങ്ങോട്ട് പോയത്. നാളെ സിനിമാ താരങ്ങളും നിരാഹാരമിരിക്കാൻ വരുന്നുണ്ടത്രേ. தமிழகத்தில் ஜல்லிக்கட்டு நடத்துவதற்குரிய அவசர சட்டத்தினை மத்திய அரசு கொண்டு வர வேண்டும் என்ற கருத்தினை வலியுறுத்தி கழக பொதுச் செயலாளர் மாண்புமிகு சின்னம்மா அவர்களும் மாண்புமிகு பாரத பிரதமர் அவர்களுக்கு கடிதத்தின் வாயிலாக கேட்டுக்கொண்டார்கள். வீர விளையாட்டை மீண்டும் நடத்துவதற்குரிய சட்ட திருத்தத்தை கொண்டு வர வேண்டும் என்று வலியுறுத்தினேன். தேவையான நடவடிக்கைகளை எடுத்திட வேண்டும் என்று நான் வலியுறுத்தி அதற்கு ஏதுவாக ஒரு அவசர சட்டத்தினை கொண்டு வர வேண்டும் என்ற கருத்தினையும் வலியுறுத்தி மாண்புமிகு பாரத பிரதமரிடம் தெரிவித்தேன். സുപ്രീം കോടതിയും ജല്ലിക്കെട്ടിന് അനുമതി നൽകാൻ വിസമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ തമിഴ്നാട്ടുകാർക്ക് അത് ദഹിക്കില്ല. സമരം ചെയ്ത് കോടതിയുമായി ഒരു ജല്ലിക്കെട്ട് നടത്താനാണ് ഇപ്പോൾ അവർ. നേരാം വണ്ണം സ്കൂളിലും കോളേജിലും പോയ ആരും മന്ത്രിസഭയിലില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനെ കുഴയ്ക്കുന്ന കാര്യം. പ്രധാനമന്ത്രി പോലും ഉള്ള വിദ്യാഭ്യാസ യോഗ്യത ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. ടെക്സ്റ്റൈൽ മന്ത്രി സ്മൃതി ഇറാനിയുടെ യോഗ്യത കള്ളിയും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഇതേപ്പറ്റി പ്രധാനമന്ത്രി മറുപടി പറയണം എന്നാണ് കോൺഗ്രസ് നേതാവ് PC ചാക്കോ ആവശ്യപ്പെടുന്നത്. കമ്പ്യൂട്ടർ ഇന്ത്യയിൽ വരാത്ത കാലത്ത് കമ്പ്യൂട്ടർ പ്രിന്റഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ് പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയാണോ സ്മൃതി ഇറാനിയുടെ യോഗ്യതയെ ചോദ്യം ചെയ്യാൻ പോകുന്നത്? നല്ല കാര്യമായി. ഇനി സംവിധായകൻ TV ചന്ദ്രന്റെ ആശങ്കകളാണ്. പേര് TV ചന്ദ്രൻ എന്നായിട്ടും പാകിസ്ഥാനിലേക്ക് വിസ കിട്ടുമോ എന്നുള്ള ആശങ്ക. അതിന് കാരണമുണ്ട്. ഇത്രയും കാലം എല്ലാവരും ബഹുമാനം മാത്രം നൽകിയിരുന്ന MTക്ക് പോലും ടിക്കറ്റ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതാണ് TVക്ക് ആശങ്ക കൂട്ടുന്നത്. ഇതുപോലത്തെ ഒരു ഗതി MTക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ കാരണം അതൊരു ഇമ്പോസിബിലിറ്റി ആയിരുന്നു നമ്മളെ സമയത്തോളം. MTക്കെതിരായിട്ട് ഒരു മലയാളി ശബ്ദം ഉയർത്തും നമ്മൾ കരുതിയിട്ടില്ല. അതും സംഭവിച്ചു. അപ്പൊ ചെറിയൊരു മനസ്സമാനത്തോടെ ഞാൻ ആലോചിച്ചു, പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെ എന്ന് പറഞ്ഞ് ഭൂമിയെ മുഴുവൻ സ്നേഹിച്ച, ജീവജാലങ്ങളെ മുഴുവൻ സ്നേഹിച്ച ഒരു മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ എന്താവുമായിരുന്നു ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതി? അറിയാതെ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയി. അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള ടിക്കറ്റ് ഉറപ്പാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമല്ല മരിച്ചു പോയവർക്കും വരെ ടിക്കറ്റ് ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. ചെഗ്വേരയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് പേടിപ്പിക്കുന്നത് കണ്ടിട്ട് പേടിയാവുന്നുണ്ട് TVക്ക്. ഞാൻ ഈ പേരാമ്പ്രയിൽ കുറച്ച് ദിവസം, പേരാമ്പ്ര എന്ന സ്ഥലത്തായിരുന്നു, ഒരു 15 ദിവസമായിരുന്നു. അപ്പൊ അവിടെ ഞാൻ കണ്ടു ചേഗുവേരയുടെ പോസ്റ്ററുകൾ കീറുന്നു. സംഘപരിവാറിന് ചേഗുവേര എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല. ചേഗുവേരയും ഒഴിവാക്കണം, അദ്ദേഹം മരണാനന്തരം ഇനി എവിടേക്ക് പറഞ്ഞേക്കും അറിയില്ല. ഇനി ചിലപ്പോ ക്യൂബയിലെങ്ങാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ ഇത് കണ്ടെത്തി അതിനെ പാകിസ്ഥാനിലേക്ക് വിടുക. അപ്പൊ പാകിസ്ഥാൻ എന്താ ഇങ്ങനെയാണ്? ഇവരൊക്കെ പറയാവുന്ന എല്ലാ സ്ഥലത്തിനും പാകിസ്ഥാൻ. ഏതെങ്കിലും കാലത്ത് ഈ കഥാപാത്രങ്ങളെ എവിടേക്കെങ്കിലും അയക്കണമെങ്കിൽ പാകിസ്ഥാനിലേക്കാവില്ല, ഒരു രാജ്യത്തിലേക്കും ആവില്ല. കാരണം മനുഷ്യ സംസ്കാരമുള്ള ഒരു രാജ്യത്തിലേക്കും പറഞ്ഞയക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരാണ്. അപ്പോ സംസ്കാരം കയറാത്ത, വെളിച്ചം കയറാത്ത, മനുഷ്യരെ കാണാത്ത ഏതെങ്കിലും ഡാർക്ക് ഗ്രഹങ്ങളിലേക്ക് ഈ കഥാപാത്രങ്ങൾ ചിലപ്പോൾ കയറ്റിക്കൊണ്ട് വരും. കാരണം ഇതൊരു തമാശയായിട്ട് പറയുന്നതല്ല. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗാന്ധിജി എഴുന്നേറ്റ് പോയെടുത്തിരുന്ന ഒരാളെ ചർക്കാൻ നോക്കുകയാണ് ആ ഗ്യാപ്പിൽ. രാഷ്ട്രപിതാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സ്വന്തം ചർക്ക പോലും സൂക്ഷിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നതാണ്? ഇനി നമ്മൾ നിരന്തരമായിട്ട് രാഷ്ട്രപിതാവ് എന്നൊരു സ്ഥാനം
ആ മഹാത്മാവിന് കൊടുത്തിട്ടുണ്ട്. എത്ര കാലത്തേക്ക്? വി ഡോണ്ട് നോ. നമുക്കൊരു പുതിയ രാഷ്ട്രപിതാവ് പോലെ വന്നു കളയാം. അപ്പൊ ചെറിയ തോതിൽ ഇതിനൊക്കെ ജാഗ്രത പുലർത്തിയേ പറ്റൂ. വളരെ മൈൽഡായി സംസാരിച്ചുകൊണ്ട് കാര്യമില്ല, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഇന്ന് സംസാരിക്കണം. ഇനി സെൻട്രൽ ജയിലിലെ പച്ചക്കറി വിളവെടുപ്പ് കാഴ്ചകളാണ്. നമ്മുടെ നാട്ടിലെ കർഷകർ ഉണ്ടാക്കുന്നതിലും മികച്ച പച്ചക്കറി വിളയിച്ച് തടവ് പുള്ളികൾ അത്ഭുതപ്പെടുത്തുകയാണ്. ജയിൽ ഉദ്യോഗസ്ഥരുടെ വളപ്രയോഗം തടവ് പുള്ളികൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ജനങ്ങളുമായി ചപ്പാത്തിയിലൂടെയും ഇഡ്ഡലിയുടെയും മാത്രമല്ല പച്ചക്കറിയിലൂടെയും ഒക്കെ ബന്ധപ്പെടുന്നതിനുള്ള ഒരു പുതിയ തരത്തിലുള്ള മുഖം ജയിലിന് നൽകിക്കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും അത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ കേരളത്തിൽ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത് കുറെ നാളുകളായി തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വളരെയധികം രാസവസ്തുക്കൾ അടങ്ങിയ പച്ചക്കറികൾ കഴിച്ച് പല മാരക അസുഖങ്ങളും ഒക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ ജനങ്ങൾ. അതിന് പകരമായി നമ്മൾ വീട്ടിൽ തന്നെ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാനായി ഒരു വലിയ ശ്രമം നടന്നു. കുറേയൊക്കെ അത് വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ജയിൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മനുഷ്യ സമ്പത്ത് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യ സമ്പത്തിനെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് കുറെ നാളുകളായി ജയിലിൽ പച്ചക്കറി കൃഷി തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പോൾ ജൈവ കൃഷി പച്ചക്കറി ജനങ്ങൾക്കും കൂടെ നൽകുന്ന രീതിയിലുള്ള ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്, അതായത് ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന വിലയ്ക്ക് തന്നെ അതിലൊട്ടും ലാഭം കണക്കാക്കാതെ പൊതുജനങ്ങൾക്ക് നല്ല പച്ചക്കറി, ജൈവ പച്ചക്കറി കൊടുക്കുന്ന ഒരു സംവിധാനം. ജയിൽ പുള്ളികൾ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ പുറത്തുള്ളവരുടെ പണി പോവുകയേ ഉള്ളൂ. എന്തായാലും നടക്കട്ടെ. കലോത്സവം തിമിർക്കുകയാണ് അങ്ങ് കണ്ണൂരിൽ. മത്സരങ്ങളെല്ലാം ഗംഭീരം തന്നെ. പക്ഷേ കാലം ഇത്ര കടന്നുപോയിട്ടും ഒരു മാറ്റവുമില്ലാതെ അരങ്ങ് തകർക്കുകയാണ് മിമിക്രി എന്ന കലാരൂപം. 1990-ലെ ട്രെയിനും സുപ്രഭാതവുമെല്ലാം ഇന്നും ഒരു കോട്ടവും തട്ടാതെ നിൽക്കുന്നു. ഒരു പുരോഗമനവും വന്നിട്ടില്ല എന്നുള്ള വളരെ ഒരു 4-5 പെൺകുട്ടികൾ ഭേദപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കി 15 കുട്ടികളും വളരെ നിരാശയാണ് തന്നിരിക്കുന്നത്. ഇപ്പോഴും ഈ പട്ടിയും പൂച്ചയും കരയുന്നതും പ്രഭാതം പൊട്ടി വിരിയുന്നതും കുതിരയുടെ കുളമ്പടി ശബ്ദവും ട്രെയിന് പോകുന്നതും ഒക്കെ, ട്രെയിന് പോകുന്ന ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും. അനുകരണ കല എന്ന് പറയുമ്പോൾ അത് മുൻപ് മിമിക്രി കാണിച്ചവരെ അനുകരിക്കലായി മാറുന്നു എന്നതാണ് സത്യം. എന്തായാലും പോട്ടെ. ഇനി ഇന്നത്തെ പൊളിറ്റൂണാണ്. ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നാടകം.